ഉണ്ട് IP ഉണ്ട്. ഇതിൽ നമ്മളിപ്പോൾ ഇതിപ്പോൾ സ്റ്റാറ്റിക്കിലാണ് നടക്കണേ. അപ്പോൾ എന്ത് ചെയ്യുക, ഇപ്പോൾ നമ്മൾ ഇതൊക്കെ മാറ്റി കൊടുക്കേണ്ടി വരും. നമുക്ക് റിസ്ക് ആകുമ്പോൾ ഡൈനാമിക് ഇവിടെ എന്ത് ചെയ്യുക, അപ്ലൈ അടിക്കുക, സേവ് അടിക്കുക, ഇട്ട് വരക്കുക. സ്റ്റാറ്റിക് ക്ലിക്ക് ആയിട്ടില്ല. അതിന് ഡൈനാമിക് മാറ്റുമ്പോൾ റെഡി ആവും. ഇനി എന്ത് ചെയ്യുക, സ്റ്റാറ്റിക് മാറ്റി വെക്കുക. ഒരു ഐപ്പിയും കാര്യങ്ങളൊക്കെ ഒന്നുണ്ട്. ഇവിടെ എന്ത് ചെയ്യുക, അപ്ലൈ അടിക്കുക, സേവ് ചെയ്യുക. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുക, നെറ്റ്വർക്ക് എടുക്കുക, P2P പോർട്ട് ഓഫ്ലൈൻ ഇനേബിൾ ചെയ്യുക, അപ്ലൈ ചെയ്യുക. ഇത് ഓൺലൈൻ കാണിക്കണം, ഇപ്പോൾ ഓഫ്ലൈൻ ആണെങ്കിൽ നെറ്റ്വർക്ക് കണക്റ്റ് ആവില്ല. കൊടുത്തിട്ടില്ലേ? കൊടുത്തിട്ടില്ല. ഇതെന്നിട്ട് 1 2 മാറ്റിട്ട് ഇതാ സെയിം ഇനി ഓൺലൈനായി. അപ്പോൾ പോർട്ട് 2 എന്തോ തകരാറുണ്ട്. ഞാൻ ആദ്യം മറ്റോ കൊടുക്കണം. മാറ്റി അപ്പോൾ IP അഡ്രസ്സ് നമുക്ക് റെഡി ആക്കി കൊടുക്കണം. DHCP എടുക്കുക, അപ്ലൈ ചെയ്യുക, സേവ് ചെയ്യുക. അപ്പോൾ തന്നെ ഓൾറെഡി ഒരു അസൈൻ ചെയ്ത് വെച്ചിട്ടുണ്ടാവും. എന്നിട്ട് പിന്നെ നമ്മൾ എന്ത് വെച്ചാൽ മതി, സ്റ്റാറ്റിക് ആക്കി വെച്ചാൽ മതി. അപ്പോൾ പോലെ അസൈൻ ചെയ്ത് വന്നിട്ട് അപ്ലൈ സേവ് അടിക്കുക. എന്നിട്ട് നമ്മൾ നെറ്റ്വർക്ക് എടുക്കുക. അതിലുണ്ടാവും P2P. നേരത്തെ ക്ലൗഡ് കാണിച്ചു, ഇതിൽ P2P. ഇതൊക്കെ നമുക്ക് എന്താണെന്ന് പറഞ്ഞു തരാം ലാസ്റ്റിട്ടാണ്. ഇതിൽ DDNS നമ്മളെ കമ്പ്യൂട്ടറേറ്റഡ് സോഫ്റ്റ്വെയർ വെച്ചിട്ട് ലൈവ് സ്ട്രീം നടത്താം. പിന്നെ അങ്ങനെ ഓരോന്നുണ്ട് കാണിച്ചിട്ട് പിന്നെ പറഞ്ഞാൽ 3G പറഞ്ഞാൽ നമുക്ക് വൈഫൈ സെറ്റർ, നെറ്റ് സെറ്റർ ഇല്ലേ, അത് വെക്കണം. വൈഫൈ പറഞ്ഞാൽ വൈഫൈ സെറ്റർ വെക്കാൻ. അത് നെറ്റ്വർക്കിംഗ് ഓരോന്ന് കണക്ട് ചെയ്യുന്ന രീതിയാണ്. P2P എടുക്കുക. ഇനി ഇത് സ്കാൻ ചെയ്യും. സ്കാൻ ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യണം,